പറഞ്ഞത് പാമ്പ്ളാനി പിതാവിനെ കുറിച്ചാണെങ്കിലും തലശ്ശേരി അതിരൂപത മറുപടി പറഞ്ഞതോടുകൂടി അത് എം വി ഗോവിന്ദൻ ഉദ്ദേശിച്ചത് പാമ്പ്ളാനി പിതാവിനെയാണ് എന്ന് അദ്ദേഹം വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും അത് മൊത്തത്തിൽ സഭയ്ക്കിട്ട് വന്ന് കൊണ്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം ഇത് ആദ്യമായിട്ടല്ലല്ലോ സഭയ്ക്കെതിരെ CPIM പറയുന്നത്. ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയുമല്ല എം വി ഗോവിന്ദൻ സഭയ്ക്കെതിരെ പറയുന്നതിൽ. ഇവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പാണ് മാർ ജോസഫ് പാമ്പ്ളാനി. അദ്ദേഹത്തെ പറയുമ്പോൾ ആ അതിരൂപതയ്ക്ക് മുഴുവനായി അത് കൊള്ളും എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരുന്നു എം വി ഗോവിന്ദൻ എന്നതാണ്. കാരണം ഡിവൈഎഫ്ഐ പറഞ്ഞതൊക്കെ അവരങ്ങ് വിട്ടതാണ്. VK സനോജ് പറയുന്നത് പോലെ അല്ലല്ലോ എം വി ഗോവിന്ദൻ പറയുന്നത്. അത് തന്നെയാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ ഈ തളിപ്പറമ്പിലെ പ്രസംഗത്തിൽ മാർ ജോസഫ് പാമ്പ്ളാനി തികഞ്ഞ അവസരവാദി എന്ന് പറയുകയാണ്. ഈ പറയുന്ന CPIM ഒട്ടും അവസരവാദി അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, അവസരവാദപരമായ നിലപാടെടുക്കാത്തത് കൊണ്ടും കുഴപ്പമില്ല. മാർ ജോസഫ് പാമ്പ്ളാനി മാത്രമാണ് അവസരവാദി എന്ന രീതിയിൽ അതിനെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് പറയേണ്ടി വന്നത് സ്വന്തം സ്വഭാവ വൈകല്യത്തെ മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അളവുകോലായി ഉപയോഗിക്കരുത് എന്ന്. അതോടൊപ്പം തന്നെ ചോദിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ ഏതെങ്കിലും പ്രസ്താവനയിൽ ഒരാഴ്ച ഉറച്ചു നിന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിയ പ്രഹരങ്ങൾ എന്ന് നമുക്കിതിന് തലക്കെട്ടിടാമെന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ട് പോയി ചൊറിഞ്ഞതിന് തിരിച്ചു കിട്ടിയതാണ്. മാത്രമല്ല AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയിട്ടാണോ പാമ്പ്ളാനി പ്രവർത്തിക്കേണ്ടതെന്നല്ല മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്.